സാധാരണ ഞാൻ റിവ്യൂ പറയുമ്പം പലപ്പോഴും മിസ്സാകാറുള്ള ഒരു പ്ലെയറിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ആദ്യം സംസാരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്ലെയർ വേറെ ആരുമല്ല, നമ്മുടെ ഗോൾ കീപ്പർ സെനെ ലാമൻസ് ആണ്. സെനെ ലാമൻസ് ആണ് നമ്മുടെ ഇന്നത്തെ മാച്ചിലെ നമ്മുടെ മാൻ ഓഫ് ദ മാച്ചൊക്കെ സെനെ ലാമൻസ് ആണ്. അപ്പം സെനെ ലാമൻസിനെ നല്ല രീതിയിൽ ഇന്ന് എവർട്ടൻ്റെ പ്ലെയേഴ്സ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എവർട്ടൺ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് ഒക്കെ നോക്കിയാൽ അവർ കൂടുതലും സെറ്റ് പീസസ് എസ്പെഷ്യലി കോർണറുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എവർട്ടൻ്റെ അറ്റാക്സ് കൂടുതലും നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫിൽ ആപ്പാടെ ഒരു കോർണറേ ഉള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ 9 കോർണറാണ് എവർട്ടന് കിട്ടിയത്. നമുക്കാണെങ്കിൽ ഒറ്റയൊരു കോർണർ, ആ കോർണർ നമ്മുടെ കോർണർ വന്നത് ഏകദേശം 90-ാമത്തെ മിനിറ്റിലുമാണ്. അപ്പം ഈ കോർണറുകളുടെ സമയത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ ബോക്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ മല്ലയുദ്ധമായിരുന്നു. അവരുടെ പ്ലെയേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്ലെയേഴ്സിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള സെനെ ലാമൻസിനെ മാക്സിമം ടാർഗറ്റ് ചെയ്യുക. സെനെ ലാമൻസിനെ ഈ വരുന്ന കോർണേഴ്സ് വഴി വരുന്ന ഈ ക്രോസസുകളെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനോ പഞ്ച് ചെയ്യാനോ ഒന്നും സെനെ ലാമൻസിനെ അനുവദിക്കാതിരിക്കുക. പുള്ളിയുടെ വിഷനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിയുടെ ബോഡിയെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ പുള്ളിയുടെ മുന്നിൽ ഒരു വലിയൊരു മതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് എവർട്ടൻ്റെ പ്ലെയേഴ്സ് ഒക്കെ ശ്രമിച്ചത്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി നമ്മുടെ മഗ്വയർ, അതുപോലെ തന്നെ ലെനിയോറോ ഒക്കെ മുന്നോട്ട് വരുന്നു. അവിടെ ദ്വന്ദ്വയുദ്ധം, അടി ആകപ്പാടെ പ്രശ്നങ്ങൾ, കാർഡുകൾ വാരി എറിയുന്നു. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് സെനെ ലാമൻസ് ഇന്നത്തെ മാച്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെനെ ലാമൻസ് നടത്തിയ പഞ്ചസ്, സേവുകൾ, ഇന്നത്തെ മാച്ചിൽ സെനെ ലാമൻസ് 4 പഞ്ചസ് നടത്തി, 2 ക്ലെയിമുകൾ, 3 ഡൈവിങ് സേവുകൾ ഒക്കെ ആയിട്ടാണ്. പിന്നെ 11 റിക്കവറീസ്. ഇത്രയും വലിയ കെയോസ്, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ മനുഷ്യൻ ആ രീതിയിലുള്ള സേവുകളും ക്ലെയിമുകളും പഞ്ചസും ഒക്കെ നടത്തി നമ്മളെ ഇന്ന് രക്ഷിച്ചത്. സെനെ ലാമൻസിന് പകരം ഇന്ന് ഒനാനയായിരുന്നു ഗോളിൽ എങ്കിൽ നമ്മൾ മിനിമം ഒരു 4 ഗോളെങ്കിലും നമ്മൾ കൺസീഡ് ചെയ്തേനെ. മത്സരം നമ്മൾ 1-0 ജയിച്ചുവെങ്കിലും അത്ര എളുപ്പമുള്ള മത്സരമൊന്നും അല്ലായിരുന്നു. നിങ്ങൾ നോക്കിയോ, ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ എവർട്ടൺ ആയാലും അതുപോലെ തന്നെ യുണൈറ്റഡ് ആയാലും ഇവർക്ക് 2 പേർക്കും അറ്റാക്സിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യുണൈറ്റഡ് ആരാധകൻ എന്നുള്ള രീതിയിൽ യുണൈറ്റഡിൻ്റെ മത്സരം കണ്ട എനിക്ക് ഭ്രാന്തായി. ആദ്യമായിട്ട് കാരിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ കളിച്ച ഫുട്ബോൾ കണ്ട് എൻ്റെ തലയിൽ ഞാൻ കൈവച്ചു. ശരിക്കും പറഞ്ഞാൽ കാണാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുട്ബോളൊന്നും അല്ലായിരുന്നു. കാരണം സാധാരണ ഈ ഓപ്പോസിഷൻ നമ്മളെ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അവരുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് വൺ ടച്ച് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട്. പക്ഷേ ഇന്ന് മിസ് പാസുകളുടെ ബഹളം, പ്ലെയേഴ്സ് തമ്മിൽ ആ ഒരു കമ്പൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ കണ്ടു. നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, എവർട്ടൻ്റെ ഭാഗത്തുനിന്നും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസഷൻ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യേണ്ട എന്ന് തന്നെയായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലാൻ. അപ്പം എവർട്ടൻ്റെ പൊസഷൻ വിട്ടുകൊടുക്കുന്നു. സെക്കൻഡ് ഹാഫിൽ 58% പൊസഷൻ എവർട്ടൺ ആണുള്ളത്. അപ്പോൾ അത്രയും പൊസഷൻ വിട്ടുകൊടുത്ത് നമ്മൾ കൂടുതലും കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഫോക്കസ് ചെയ്തു. അല്ലെങ്കിൽ എവർട്ടൻ്റെ പ്ലെയേഴ്സ് നടത്തുന്ന മിസ്റ്റേക്സിനെ മുതലെടുക്കുക, അതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അവരുടെ കോർണർ കഴിഞ്ഞ് വന്ന എവർട്ടൻ്റെ കോർണർ കഴിഞ്ഞ് വന്ന ആ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലാണ് നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്നത്. അതും നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള സെസ്കോ സ്കോർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ചാൻസിൻ്റെ സമയത്ത് ശരിക്കും കുണിയാണ് ബാക്കിൽ നിന്ന് ആ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിന് വേണ്ടി ബോൾ എംബിയുമോയ്ക്ക് വേണ്ടി ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ എംബിയുമോ ഒത്തിരി മുന്നിലാണ്. എംബിയുമോയുടെ കൂട്ടത്തിലൊരു ഡിഫൻഡറുണ്ട്. എംബിയുമോ റൺസ് നടത്തുന്നു, ആ ബോളിന് അഗൻസ്റ്റായിട്ട് റൺസ് നടത്തുന്നു, ബോൾ വിൻ ചെയ്യുന്നു. ആ സമയത്ത് സെസ്കോയെ നോക്കിയാൽ സെസ്കോ ബാക്കിൽ നിന്ന് റണ്ണ് നടത്തുന്നുണ്ട്. സെസ്കോയുടെ കൂട്ടത്തിൽ തർക്കോസ്കി സെസ്കോയുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് റണ്ണ് നടത്തുന്നു. ആ സമയത്ത് ശരിക്കും തർക്കോസ്കിയാണ് സെസ്കോയെക്കാളും കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് സെസ്കോ ജനറേറ്റ് ചെയ്ത ആ ഒരു പേസ്, ഇവിടെ നിന്ന് ഇനി മുന്നോട്ടുള്ള ഓരോ സെക്കൻഡിലും നിങ്ങൾ സെസ്കോയെ ശ്രദ്ധിച്ചോ. 49-ാമത്തെ സെക്കൻഡിൽ നിന്ന് 50-ാമത്തെ സെക്കൻഡ് ആകുമ്പോഴത്തേനും കൺവിൻസിംഗ് ആയിട്ട് തർക്കോസ്കിയെ ബീറ്റ് ചെയ്ത് സെസ്കോ മുന്നോട്ട് പോകുന്നു. 52 സെക്കൻഡ് ആകുമ്പോഴത്തേനും നിങ്ങൾ നോക്കിയാൽ എംബിമോ ആ ഒരു ബോൾ എംബിമോയുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. സെസ്കോ ഓൾമോസ്റ്റ് ആ ഒരു ബോൾ റിസീവ് ചെയ്യാനുള്ള ആ ഒരു ഫേസിലേക്ക് കടക്കുന്നു. 53-ാമത്തെ സെക്കൻഡിൽ
സെസ്കോ ബോൾ റിസീവ് ചെയ്യുന്നു. 54-ാമത്തെ സെക്കൻഡിൽ സെസ്കോ ഫിനിഷ് ചെയ്യുന്നു. 49-ാമത്തെ സെക്കൻഡിൽ നിന്നുകൊണ്ട് അടുത്ത 5 സെക്കൻഡിലാണ് സെസ്കോ ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. അതിൽ സെസ്കോയുടെ ആ ഒരു കഴിവ്, സെസ്കോയുടെ ആ ഒരു പേസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സെസ്കോയുടെ ആ ഒരു ഫിനിഷിങ്, ലീത്തൽ ഫിനിഷിങ്, ഇത്രയും മാരകമായ ഫിനിഷിങ്, വെടിയുണ്ട ഫിനിഷിങ്ങിന് ശേഷം സെസ്കോ ഒരു നല്ലൊരു ചാൻസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസിയറായിട്ടുള്ള ഒരു ചാൻസ് സെസ്കോ മിസ്സ് ചെയ്തു. അത് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു വിഷമമൊക്കെ തോന്നി. പക്ഷേ സെസ്കോയെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പലരും അറിയേണ്ട ഒരു കാര്യം മൈക്കിൾ ക്യാരിക്ക് മാച്ചിന് ശേഷം പറയുന്നുണ്ട്. കാരണം സെസ്കോയെ സ്റ്റാർട്ട് വേണമെങ്കിൽ ചെയ്യാം, സെസ്കോയെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെസ്കോ ഈ ഒരു ലീഗിൽ, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നമ്പർ 1 സ്ട്രൈക്കറായിട്ട് ഈ ഒരു ലീഗിലോട്ട് വന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു സീസൺ. അപ്പോൾ ആ ഒരു സീസണിൽ മാക്സിമം പ്രഷർ പുള്ളിയുടെ അടുക്കേന്ന് ഇല്ലാതാക്കുക, പുള്ളിയെ കുറേ കൂടെ പുള്ളിക്ക് ആ ഒരു ലീഗിലും അതുപോലെ തന്നെ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കുക എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അതിൽ കൂടുതൽ അഡാപ്റ്റ് ചെയ്യാനും കുറച്ചുകൂടെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനും ഒക്കെയുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ് ശരിക്കും ക്യാരിക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് പുള്ളി മാച്ചിന് ശേഷമുള്ള പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. കഴിഞ്ഞ 4 മത്സരം നിങ്ങൾ നോക്കണം, കഴിഞ്ഞ 4 മത്സരത്തിൽ 3 മത്സരത്തിലും സെസ്കോ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നിട്ട് തന്നെയാണ്. ഫുള്ളാമിനെതിരെ, വെസ്റ്റാമിനെതിരെ, ഇന്ന് എവർട്ടണിനെതിരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത്, കറക്റ്റായിട്ടാണ് സെസ്കോയെ യൂസ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ സെസ്കോയെ കൊണ്ടുവരുന്നത് 65 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 70-ാമത്തെ മിനിറ്റൊക്കെ ആകാറാകുമ്പോഴാണ് സെസ്കോയെ യൂഷ്വലി മൈക്കിൾ ക്യാരിക്ക് കഴിഞ്ഞ പല മത്സരങ്ങളിലും കൊണ്ടുവന്നത്. പക്ഷേ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ഇന്ന് 56-57 മിനിറ്റ് ആയപ്പോഴത്തേനും സെസ്കോയെ ഇന്ന് മൈക്കിൾ ക്യാരിക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഗെയിമിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നത് ആദ്യം തൊട്ട് കളിച്ചാൽ ചിലപ്പോൾ ഈ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നില്ല. സെസ്കോയുടെ കോൺഫിഡൻസിനെ കുറേ കൂടെ ബൂസ്റ്റ് ചെയ്യാൻ, സെസ്കോയുടെ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ സെസ്കോയുടെ ഗ്രോത്തിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇമ്പാക്റ്റ് സബ്ബായിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ട് അവിടെ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യം, ഈ ഒരു പ്ലാറ്റ്ഫോം പുള്ളിയെ മുന്നോട്ട് ആ ഒരു നമ്പർ 1 സ്ട്രൈക്കറായിട്ട് ഫുൾ ടൈം കളിക്കുന്ന ഒരു പ്ലെയറായി മാറാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷന് സഹായിക്കും. അതിന് തന്നെയാണ് മൈക്കിൾ ക്യാരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഒരു ടീമിൻ്റെ ഗോൾ കീപ്പറാണ് ആ ടീമിൻ്റെ ബെസ്റ്റ് പ്ലെയർ എങ്കിൽ അറ്റാക്കിംഗ് വൈസ് ആ ഒരു ടീം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും, ബ്രൂണോ ആയാലും കുണിയായാലും എംബിമോ ആയാലും ഒക്കെ സ്ട്രഗിൾ ചെയ്ത മത്സരമാണിന്ന്. എംബിമോയ്ക്ക് കിട്ടിയ ചാൻസ് എംബിമോയ്ക്ക് ബെറി ചെയ്യാൻ പറ്റുന്നില്ല. കുണിയൊന്നും അറ്റാക്കിൽ ആ രീതിയിൽ കുണിയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഡിഫെൻസീവ്ലി കുണിയായാലും അമാദൊക്കെ ആണെങ്കിലും അമാദിൻ്റെ ഷർട്ട് വരെ വലിച്ചു കയറിയാണ് അമാദിനെ വിട്ടത്. അപ്പോൾ ആ രീതിയിൽ ഫൈറ്റിൽ ഇൻവോൾവ് ആകുന്നു. മത്തേസ് കുണിയ ആ ഒരു ഫ്രീ കിക്ക്, ഗോൾ കിക്ക് വിൻ ചെയ്തിട്ട് ജിമ്മി ഗാർണറിനെതിരെ, അല്ലെങ്കിൽ ജെയിംസ്, നമ്മുടെ പഴയ അക്കാഡമി പ്ലെയർ ജെയിംസ് ഗാർണറിനെതിരെ അലറി നിലവിളിക്കുന്ന ആ ഒരു വികാര പ്രകടനമൊക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗോൾ അടിച്ചപ്പോഴൊക്കെ നമ്മൾ ഓരോ യുണൈറ്റഡ് ഫാൻസിനും ഉണ്ടായ ആ ഒരു വികാരം, അത് മത്തേസ് കുണിയ ആ സമയത്ത് ജിമ്മി ഗാർണറിനെതിരെ ആ ഒരു ഗോൾ കിക്ക് വിൻ ചെയ്തപ്പം പിച്ചിൽ കാണിച്ചു തന്നു. പക്ഷേ ആ ഒരു പാഷനും കാര്യങ്ങളും ഒക്കെ പിച്ചിൽ കാണിക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അറ്റാക്കിൽ ആ രീതിയിൽ ഇൻവോൾവ് ആയില്ലെങ്കിലും പുള്ളിയുടെ ആ ഒരു ബോൾ, എംബിമോയെ ഫൈൻഡ് ചെയ്ത, കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഫൈൻഡ് ചെയ്ത ആ ഒരു ബോളാണ് പുള്ളിയുടെ ഗെയിമിലെ ഏറ്റവും വലിയൊരു ഇൻവോൾവ്മെൻറ്റ്. ഇതുപോലെ തന്നെ കോർണറിൽ നമുക്ക് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. സെസ്കോയും കുണിയയും കൂടെ മുന്നിലോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് കുണിയുടെ ആ ഒരു സ്ലിപ്പ്, വീഴ്ച, അപ്പോൾ അതൊക്കെ ശരിക്കും ഇന്നത്തെ മാച്ചിൽ അറ്റാക്കിൽ കുണിയുടെ ആ ഒരു പെർഫോമൻസിനെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. കുണിയ മാത്രമല്ല, കുണിയായാലും എംബിമോ ആയാലും അമാദാണേലും ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ ആണെങ്കിലും അറ്റാക്കിങ്ങിൽ ഇന്ന് മോശമായിരുന്നു. എങ്കിലും നമ്മൾ ഡിഫൻസിൽ അത്രയും സ്ട്രോങ്ങറായിട്ട് പ്ലെയേഴ്സൊക്കെ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു. പുലിക്കുട്ടികളെ പോലെ നമ്മളിന്ന് ഡിഫെൻഡ് ചെയ്തു. ഇപ്പം ഡിഫൻസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ സെനെ ലാമൻസ് പറയുന്നുണ്ട്, പുതിയ മാനേജർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡിഫൻസീവ്ലി നമ്മൾ എന്തുമാത്രം ഇമ്പ്രൂവ് ആയി എന്നുള്ള ഒരു സംഭവം. കാരണം യുണൈറ്റഡ് പോണത്തെ ഒരു ടീം, നമ്മുടെ ഈ ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ പ്രൊഫൈലൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് മൈക്കിൾ ക്യാരിക്കിൻ്റെ ഈ ഒരു ഫുട്ബോൾ നമ്മൾ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക, കൗണ്ടർ അറ്റാക്കിങ്ങിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ഒരു വിന്നിങ് ഫോർമുല, നമ്മുടെ സ്ട്രെങ്ത് അതാണ്. അപ്പോൾ മൈക്കിൾ ക്യാരിക്ക് നമ്മുടെ സ്ട്രെങ്തിൽ, ബാക്ക് ടു ദ സ്ട്രെങ്ത്, അതാണ് സെക്കൻഡ് ഹാഫിൽ അത് തന്നെയാണ് പുള്ളി ഡ്രസ്സിങ് റൂമിൽ പ്ലെയേഴ്സിനെ ഉപദേശിച്ചത്. അവർ കൂടുതൽ പൊസഷനൊക്കെ വെച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. കൗണ്ടർ അറ്റാക്കിങ്ങിൽ നമ്മൾ അത്രയ്ക്കും ലീത്തലാണ്. നമ്മുടെ ആ ഒരു ക്വാളിറ്റി കൗണ്ടർ അറ്റാക്കിങ്ങിലാണ്. നമ്മൾ ചാൻസ് കിട്ടിയാൽ നമ്മൾ ബെറി ചെയ്യും.
അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ മാച്ച് ജയിച്ചത്. 90ാമത്തെ മിനിറ്റിൽ ഒരു കോർണറാണ് നമ്മൾ വിൻ ചെയ്തതെന്ന് ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ എല്ലാ മാച്ചും ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിക്കാനോ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാനോ ഒന്നും ആർക്കും പറ്റത്തില്ല. ഈ രീതിയിലുള്ള ഗ്രൈൻഡിങ് സമയങ്ങളുണ്ടാവും. അപ്പം അവിടെ നമ്മുടെ ക്വാളിറ്റി കാണിക്കണം. അവിടെ നമ്മുടെ വിന്നിങ് മെൻറ്റാലിറ്റി, നമ്മുടെ ആ ഒരു എന്നാ പറയുക, ഈ രീതിയിലുള്ള ടീമിനെതിരെ സ്ട്രഗിൾ ചെയ്ത് ജയിക്കുക, അതും എവേ മത്സരത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് എന്നാ പറയുക, നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 1-0 ജയം ആണെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു മത്സരം നമ്മൾ ജയിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ടേബിളിലെ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ 4ാം സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ 4ാം സ്ഥാനത്ത് നമ്മുടെ തൊട്ട് പുറകെ 5ാം സ്ഥാനത്തുള്ള ചെൽസിയെക്കാളും നമുക്ക് 3 പോയിൻ്റ് ലീഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് മുകളിലുള്ള 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയെക്കാളും വെറും 3 പോയിൻറ്റ്സ് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം 4ാം സ്ഥാനം മാത്രം എയിം ചെയ്താൽ പോലെ നമ്മൾ 3ാം സ്ഥാനം തന്നെ ടാർഗറ്റ് ചെയ്യണം. കാരണം ആസ്റ്റൺ വില്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. അത് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ചെൽസിയും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. പക്ഷേ ലിവർപൂളാണ് എന്നെ സംബന്ധിച്ച് ബാക്കിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു ത്രെട്ടായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇനി മുന്നോട്ടുള്ള നമ്മുടെ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനിയിപ്പം ക്രിസ്റ്റൽ പാലസ് ഹോം, ന്യൂകാസിൽ എവേയൊക്കെ ഭയങ്കര എക്സ്ട്രീംലി ടഫ് മത്സരമാണ്. ആസ്റ്റൺ വില്ല ഹോം. അടുത്ത 3 മത്സരവും നല്ല ടഫറായിട്ടുള്ള ഓപ്പോസിഷനെതിരെ തന്നെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഞാൻ എന്താ പറയുന്നത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും നമ്മൾ 4ാം സ്ഥാനം നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊന്നും എന്നാ പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഇതുവരെ ഒതുക്കിയിട്ടില്ല. നമ്മൾ 3 പോയിൻറ്റിൻ്റെ ലീഡൊക്കെ നമുക്കുണ്ട്, പക്ഷേ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടില്ല. മുന്നോട്ടുള്ള ഓരോ മത്സരങ്ങൾ ആയിട്ട് കാണുക, ഓരോ മത്സരങ്ങൾ ജയിച്ച് മുന്നോട്ട് പോവുക. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കുറഞ്ഞ വേറൊരു സംഭവം വേറൊരു എയിം നമുക്കില്ല. ആകപ്പാടെ 5-6 മത്സരം, ഇന്ന് 12 ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ ഒരു മത്സരം ഉണ്ടായിരുന്നത്. അപ്പം എന്ത് വിലയും കൊടുത്തും ചത്ത് മരിച്ച് കിടന്ന് കളിക്കുക, മത്സരം ജയിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസായിട്ട് ഇടുക.